അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. ഗോതമ്പ് പൊടിയും കോഫി പൗഡറും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിലെ കറക്റ്റ് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് ഈ കേക്ക് മൈദയിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് അരിച്ചിട്ടെടുക്കാം. രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളിതൊന്ന് അരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാനിവിടെ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നെസ്കഫെ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് ചൂട് ഒരുപാട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ചെറിയൊരു ചൂട് മാത്രം മതി. അതിനുശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഓയിലാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ തണുപ്പ് നന്നായിട്ട് പോയതിനു ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 125 ml പാലുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്തതാണിത്. നമ്മൾ പൊടിച്ചിട്ടെടുക്കുമ്പോൾ ഇതൊരു 1/4 കപ്പിൽ കൂടുതലുണ്ടാവും. നല്ല മധുരം വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂണൊക്കെ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവ മൂന്നും കൂടെ നല്ലപോലെ തന്നെ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു കോഫിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. കോഫി മിക്സും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഗോതമ്പ് പൊടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഗോതമ്പ് പൊടി നമ്മൾ മുഴുവനായിട്ടിട്ടങ്ങ് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കരുത്. ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇതിൽ ഒരുപാട് ലൂസായി പോവരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കേക്ക് ടിന്നിന്റെ എല്ലാ സൈഡിലും നമുക്ക് നന്നായിട്ട് നൂല് തൂത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിന്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ഞാൻ ഓയിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കേക്കിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പത പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് ഈനോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വേണം ബേക്കിംഗ് സോഡ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ചെറിയതായിട്ട് ഇതുപോലൊന്ന് കൊട്ടിക്കൊടുക്കുക, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ്. ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെറിയൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതൊരു 10 മിനിറ്റോളം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു മൂടിയിലുള്ള ഹോള് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം, ആവി വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കേക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണേ. തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുത്താൽ കേക്കിൻ്റെ അടിവശം അങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രത്തിനനുസരിച്ചാണ് കേട്ടോ ഈ കേക്ക് വെന്ത് വരാൻ എടുക്കുന്ന ഒരു സമയം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 45-50 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ കേക്ക് നല്ല പോലെ തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊരു 45 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കേക്കിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ നമ്മളൊന്ന് കുത്തി നോക്കുക. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഈ ഒരു പാത്രം നമുക്കിനി വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ചൂട് നല്ല പോലെ പോയതിന് ശേഷം മാത്രം വേണം കേട്ടോ നമ്മൾ കേക്ക് വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ നമുക്കങ്ങ് എടുത്ത് മാറ്റിയേക്കാം. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷോ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കേക്കിൻ്റെ ടോപ്പിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് ന്യൂട്ടെല്ല ആണ്. 4-5 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല മതി നമുക്ക് ഈ ഒരു കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്പാച്ചില വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ എല്ലാ സൈഡിലും ഞാൻ ന്യൂട്ടെല്ല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. കേക്കിൽ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാണ് കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.